ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ആലു പൊറോട്ടയും പുതിന ചട്നിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഈ ഒരു കപ്പിൽ 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടിയിട്ട് മാറ്റി വെക്കാം. ഇനി 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ച് കൊണ്ടുവരണം. ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ടിട്ടാണല്ലോ ഞാൻ വേവിച്ചിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/3 കപ്പ് മല്ലിയിലയാണ് അതിട്ട് കൊടുത്തു. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ടീസ്പൂൺ ചാട്ട് മസാലയാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചൂടുണ്ട്, അതുകൊണ്ട് ഫോർക്ക് കൊണ്ട് തന്നെ ഇളക്കിയെടുക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ മിശ്രിതം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുത്ത് വെക്കാം. ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്ത് വെക്കണം. കുഴച്ച് വെച്ച മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് റെഡിയായിട്ടുണ്ട്. അതുപോലെ ഇത് ഉരുളകളാക്കി എടുത്ത് വെച്ച് നമുക്ക് ആലു പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിവിടെ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നീട് കുഴച്ച് വെച്ച മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഓരോ ഉരുളകളാക്കി ഇതേപോലെ ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കണം. മാവ് ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കണം. മാവ് പരത്താനായി നല്ലതുപോലെ ടേബിൾ ടോപ്പ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊടി തൂവി കൊടുക്കാം. പൊടി തൂവി കൊടുത്തതിന് ശേഷം ഓരോ ഉരുളകളിങ്ങനെ എടുത്ത് പരത്തി കൊടുക്കുക. നടുഭാഗത്ത് കുറച്ച് കട്ടി വേണം. ചുറ്റിലും കനം കുറച്ച് പരത്തുക. ഇതേപോലെ നടുഭാഗം കട്ടിയിലും ചുറ്റിലും ഇതുപോലെ പരത്തിയെടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഫില്ലിങ്, ആലുവിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ എടുത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ മൂടിക്കൊടുക്കുക. ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ മൂടിക്കൊടുത്ത് എന്നിട്ട് 4 അരിവും കൂടി ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത് വെച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. ഒന്നുകൂടി പരത്താം. കുറച്ച് പൊടി തൂവി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നടുഭാഗം കനത്തിലും ചുറ്റിലും കുറച്ച് പരത്തിയിട്ടും വേണം എടുക്കുവാൻ വേണ്ടി. ഇതുപോലെ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണമായിരുന്നു. ഇതുപോലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അതിനുശേഷം ഈ ഉരുളകളിങ്ങനെ വെച്ച് കൊടുക്കുക. ഉരുളകളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആലുവിൻ്റെ ഉരുളകളിങ്ങനെ വെച്ച് കൊടുത്ത് ഇതിങ്ങനെ മടക്കി അരികെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഭാഗവും കട്ടി വന്നു, ഈ ഭാഗവും നടുഭാഗവും കട്ടി വന്നു, കനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പരത്തുമ്പോൾ നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് പോവുകയില്ല. ഇതാണ് ആലു പൊറോട്ട. ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നാലെല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുത്ത് കൊടുക്കാം. 6 ഉരുളകളും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ഈ കനത്തിലും ഈ വലുപ്പത്തിലും പരത്തിയെടുക്കുക. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. 6 എണ്ണവും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതാ 1 2 3 4 5 6 എണ്ണവും ഞാൻ ഇതുപോലെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിന് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാനായി കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ തൂവി കൊടുക്കാം. നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇത് പൊങ്ങി വരുവാനായി കുറച്ചധികം എണ്ണ ഇതിന് ആവശ്യമുണ്ട്. കുറച്ചധികം എണ്ണ തടവി കൊടുക്കണം. ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ നല്ല മണവും വരുന്നുണ്ട്. അത് വെന്ത് വരുമ്പോൾ ഈ പൊറോട്ട പൊന്തി വരുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നല്ല മണവും വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആലു പൊറോട്ടയാണിത്. നല്ല ടേസ്റ്റുമാണ്. എന്നാൽ നമുക്കിത് മാറ്റിയെടുക്കാം. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. തവയിലിട്ട പാട് തന്നെ തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നെയ്യ് പുരട്ടി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതാ പൊറോട്ട നല്ല പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നറിയില്ല. ഇതാ കണ്ടോ, നല്ല അടിപൊളി പൊറോട്ട. എന്നാൽ എല്ലാ വീടും തയ്യാറായി. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ 6 പൊറോട്ടയും നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. 6 പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടി ഞാനൊരു ചട്നി കൂടി തയ്യാറാക്കുന്നുണ്ട്. ചട്നി ഉണ്ടാക്കാനായി ഞാൻ കുറച്ച് പുതിനച്ചപ്പ് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളിയാണ്. ഒരു പച്ചമുളക് നടുകെ കീറി എടുത്തിട്ടുള്ളതാണ്. ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ തവയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കണം. തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു അല്ലി. ഇതിൻ്റെ പച്ചച്ചുവ പോകുവാൻ വേണ്ടിയാണ് ചൂടാക്കിയെടുക്കുന്നത്. പുതിനയില കുറച്ച് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ തവയുടെ ചൂടിൽ കിടന്നൊന്ന് ഇതായാൽ മതി. ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഈ ഓഫാക്കി കൊടുക്കാം. ഇതാ ചട്നിയുടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ഉണ്ടാവുക പുതിന ചട്നി. ഇതിൻ്റെ ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുത്ത അളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുതിന ചട്നി ഇവിടെ റെഡിയാണ്. അതുപോലെ ആലു പൊറോട്ടയും റെഡിയാണ്. നമ്മുടെ ആലു പൊറോട്ടയും പുതിന ചട്നിയും ഇവിടെ റെഡിയാണ്. നല്ല തൈരിൻ്റെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയും ഈ ചട്നിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊറോട്ടയാണ് ആലു പൊറോട്ട. ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. അതിൻ്റെ ഫില്ലിംഗ് വെച്ച് പരത്തേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുഴച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റുമാണ്. നമുക്കെന്നാൽ ഇത് പൊട്ടിച്ച് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഫില്ലിങ് നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.